ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു തുടും. അപ്പോ ഇന്ന് നമ്മുടെ അടുത്ത ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ട്രെയിലർ ഇന്നലെ ഇറങ്ങിയെങ്കിലും നമുക്ക് ഇന്നലെ ചെയ്യാൻ പറ്റില്ല, റിയാക്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമുക്ക് ട്രെയിലർ കണ്ടാൽ റിയാക്ട് ചെയ്ത് എങ്ങനെയാണ് സിനിമയുടെ പേര് പറഞ്ഞില്ല, സിനിമയുടെ പേര് വിട്ടുപോയി. സിനിമയുടെ പേര് നമ്മുടെ ധനുഷ് നായകനായി വരുന്ന ധനുഷ് സംവിധാനവും ഡയറക്ഷനും എഴുത്തണം എല്ലാം പുള്ളിയാണ്. ഓളിങ്ങോളാണ്. അതെ, AR റഹ്മാൻ സംഗീതം ചെയ്ത മ്യൂസിക് ചെയ്ത സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് ടൈംസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരുവിധം ധനുഷിന്റെ കുടുംബമാണ് തോന്നുന്നത്. അപ്പൊ ഒരു പോസ്റ്ററൊക്കെ കണ്ടിട്ട് ഒരു മാസ് മസാല പടം പോലെ ധനുഷിന്റെ 50ാമത്തെ ഫിലിമാണ് സിനിമ. എല്ലാം ചെയ്ത ഒരു ബോളിവുഡാണ്. ധനുഷ് ഇതിനു മുന്നേ പാപ്പാണ്ടി എന്ന് പറഞ്ഞൊരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതില് ധനുഷ് ആക്ട് പോലെ വന്നു പോയതാണ്. അപ്പൊ നമുക്ക് റായൻ ഒഫീഷ്യൽ ട്രെയിലറിലേക്ക് സ്വാഗതം. തുടങ്ങാം. ഓക്കെ, ஆபத்தான மிருகம் இது தெரியுமா? காட்டிலேயே ஸ்ட்ரென்த்தான மிருகம் சிங்கம், புலிலாம் தான். மிருகம் ஓநாய். தொட்ட நின்னா சிங்கம் ஓநாய் அடிச்சிடும். ஆனால் ஓநாய் பயங்கர தொந்தரவாதி. கூட்டமாக சுத்து போட்டு ஸ்கெட்சு போட்டு சிங்கத்தை அழிச்சிரும். அவன் பெரிய ஆம்பளை, தைரியசாலி. அவன் இங்க வந்து போட சொல்லு. ஏய் மாதிரி வருவான், இறங்கி செய்வான். ஓ, என்ன சொன்ன? கேஸ் வாபஸ் வாங்கிட்டான். கெஞ்சி கேட்டேன் சார். ഈ പാട്ട് കൊച്ചെടുത്തോളൂ. ധനുഷ് ഡയറക്ഷൻ 26/7/2024. അപ്പൊ ഇനി ഒരാഴ്ച ഉള്ളു ഈ പടത്തിന്. ഫുള്ള് ഇത് 2-3 വർഷം, ഒരു മാസം മുന്നേ റിലീസ് ചെയ്യാനുള്ള സിനിമ 2-3 വട്ടം മാറ്റിയില്ല റിലീസ് ഡേറ്റ്. അപ്പൊ എങ്ങനെയുണ്ട് ട്രെയിലർ കണ്ടിട്ട്? മാസ് ആക്ഷൻ മൂവിയാണ്. തുടക്കം പോലെ തന്നെ ചോരപ്പുഴ. ആദ്യമേ ചോരപ്പുഴ ഒഴിക്കുക, അവസാനം മാത്രം ഒരു AR റഹ്മാന്റെ ഒരു പാട്ട് വെച്ചത് ചോരപ്പുഴ കാത്തിരിക്കുന്നു. നല്ലൊരു മാസ് മസാല ട്രെയിലർ കട്ടായിരുന്നു. അല്ലെ, എഡിറ്റിംഗ് ഒരു കറക്റ്റ് മാസ് സിനിമകൾക്ക് പറ്റിയ. 49 ഇതുണ്ടെങ്കിൽ അതിനകത്ത് 3/4 മാസമുണ്ട്. അവസാനം ഇച്ചിരി മാത്രം ഉണ്ടാവുന്നുണ്ട്. ഒരു കോമഡി മാസ് ഡ്രാമ, ഇമോഷണൽ ഡ്രാമയാണെന്ന് തോന്നുന്നു. അതില് പ്രകാശ് രാജ് ഉണ്ട്, കാളിദാസ് ഉണ്ട്, ഒരു നല്ല ധനുഷിന്റെ ചേട്ടൻ സെൽവരാഘവൻ ഉണ്ട്. നല്ല താരമാണ്. നല്ലൊരു ക്രൂ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് എന്റെ അഭിപ്രായം എന്താ? കൊള്ളാം. എനിക്ക് തോന്നുന്നു അതൊരു ഇതിനു മുമ്പ് ഇറങ്ങിയ ധനുഷിന്റെ മറ്റേക്കുള്ള ഇതായിരുന്നു അതേപോലെ ഒരു പോകുന്ന പടമാണ്. ആക്ഷൻ, അടി, വെടി, പക്ഷെ ആ സിനിമ ആവറേജ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മള് തിയേറ്ററിൽ പോയി കണ്ടപ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ ഫൈറ്റ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇടയ്ക്ക് ചില ക്യാമറ വർക്കൊക്കെ കുറച്ച് അലോസരം ഉണ്ടാക്കിയെങ്കിലും പടം നല്ല രസമായിരുന്നു. പക്ഷെ ഒരുവിധം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറെ സീനൊക്കെ
ചേസിങ് അപ്പൊ ഈ സിനിമയുടെ എന്റെ ഒരു ഇതില് നോക്കുമ്പോ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ കളർ ഗ്രേഡിങ്ങും സിനിമാറ്റോഗ്രഫി എല്ലാം നല്ല ഒരു സെൽവരാഘവന്റെ മറ്റേ 1000 ഒരു മോഡൽ, അതിലൊരു ഗോൾഡൻ കളർ ഇതിലാണെങ്കിൽ ഇപ്രാവശ്യം ഇത് റെഡിഷ്. ഇപ്പൊ മാസ് മസാല സിനിമയിലെ ഒരു റെഡിഷ് കളറിലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം പുള്ളിയുടെ സിനിമ അറിയില്ല, പുള്ളി സെൽവരാഘവൻ ധനുഷിന്റെ ചേട്ടനാണ്. പുള്ളിയുടെ സിനിമയാണ് 1000 ആ സിനിമ അന്ന് ഒരുപാട് വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ട് ഇരിക്കുന്ന സിനിമയാണ്. അറിയില്ലേ, കാർത്തിക് മറ്റേ നിധി കണ്ടെത്താൻ പോകുന്നത്. അത് വെറൈറ്റി അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ അന്ന് അത്ര ഇതിൽ ഇപ്പൊ വലിയ റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ കാതൽ കൊണ്ട് ധനുഷിന്റെ ബസ്സിലൊക്കെ ട്രെയിനിങ്ങിലൊക്കെ കാതൽ കൊണ്ട് പാട്ടുകൾ നല്ല പാട്ടുകൾ അതൊക്കെ ഡയറക്ട് ചെയ്ത പുള്ളിയാണ്. അപ്പൊ പുള്ളിയുടെ ഒരു ശൈലിയും പിന്നെ നമ്മളെ വെട്രിമാരന്റെ ഒരു ശൈലി, ലാസ്റ്റ് ഷോട്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വടാച്ചന്റെ വിടുതലെ വലത്താറ് ആ ഒരു കോമ്പിനേഷൻ. അപ്പൊ എവിടെയെന്നൊക്കെ കമ്പയിൻ ചെയ്ത് പുള്ളി ഇൻസ്പയർ ചെയ്ത് എടുക്കുന്നതാന്ന് തോന്നുന്നു. ധനുഷിന് നല്ല മാസ് ഐറ്റംസ്, കുറെ ആക്ഷൻ രംഗങ്ങളാണ്. ധനുഷിനെ മാസ് കാണിക്കാൻ നമുക്ക് കൺവിൻസ് ആവും. പുള്ളി ബോഡി ഒന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാസ് ഫിഗർ അല്ല ധനുഷ്. എന്നിട്ട് മാസ് കാണിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരാള് ധനുഷാണ്. ഈ തമിഴിലായാലും ഹിന്ദിയിലായാലും തെലുങ്കിലായാലും മലയാളത്തിലായാലും ധനുഷിനൊരു പ്രത്യേക ഇതുണ്ട്. ബാക്കിയുള്ളവരും ചിലവർ നമ്മള് മാസ് കാണിക്കാൻ നമുക്കൊരു ഇത് കിട്ടത്തില്ല, ഒരു പവർ ഗൂസ്ബംസ് കിട്ടത്തില്ല. ഇടിക്കൊക്കെ ഒരു പഞ്ച് തോന്നുന്നു. ഇപ്പൊ ലാലേട്ടനും വിജയ് സേതുപതി, സൂര്യ വിജയ് അവരൊക്കെ ഇടിക്കുന്ന ഒരു പഞ്ചുണ്ട്. ആ സാധനം ചിലപ്പോ ബാക്കിയുള്ള നടന്മാര് ചെയ്യുമ്പോ കിട്ടാറില്ല. അവരാണെങ്കിൽ ഒരു മാസ് മസാല. പക്ഷെ ഈ ധനുഷ് ബോഡിയൊന്നും ഇല്ലെങ്കിലും മാരിയിലൊക്കെ വന്ന് ഒരു സീൻ അതേ സ്റ്റൈലിലാണ് അതേപോലെ സ്റ്റൈലുകൾ ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എസ് ജെ സൂര്യയുടെ അഭിപ്രായം എല്ലാ പടത്തിലും പോലെയാണ്. എനിക്ക് തോന്നുന്നത് എസ് ജെ സൂര്യ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എല്ലാ സിനിമയിലും ഒരേ ക്യാരക്ടർ, ഒരു കോമഡി, മറ്റേ സത്ത റിപ്പീറ്റ് ആ സിനിമ അതിന്റെ എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ പോലെയാണ് തോന്നുന്നത്. പിന്നെ കുറച്ചെങ്കിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു. എസ് എസ് സൂര്യനെ കൊണ്ടുവരുന്ന കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായ റോഡ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ്. അതിനുള്ള കാലിബർ പുള്ളിക്കുണ്ട്. അപ്പം അതിന്റെ അഭിപ്രായം സിനിമ കണ്ടിട്ട് അവസാനം നമ്മൾ പറയുന്ന സിനിമ അറിയാമല്ലോ. തമിഴില് പ്രത്യേകിച്ച് ഇറ്റൊന്നുമില്ല. ഉണ്ട് ഇപ്പൊ വിജയ് സേതുപതി നമ്മുടെ മഹാരാജ, അത് നല്ലൊരു പടം. അതെ, അവസാനം മാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് നല്ലൊരു പടം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ അത് നമ്മൾ റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു പടം ഷോ ആയിരിക്കും ഇന്ത്യക്ക് തോന്നുന്നു. പക്ഷെ ഇത് റിയാക്ട് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. നല്ലൊരു പടമായി തോന്നുന്നു. ആക്ഷൻ രംഗങ്ങളാണെങ്കിലും സ്റ്റൈലാണെങ്കിലും എല്ലാം ഇത് നല്ല പടം പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ഷോയുടെ ട്രെയിലർ കാണുമ്പോഴേ നമുക്കറിയാം പടത്തിന് ഒരു ക്വാളിറ്റി ഇല്ല. അന്ന് ആ വീഡിയോയുടെ അടിയിൽ ആരൊക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ നിങ്ങളുടെ ട്രെയിലർ കൊള്ളൂലാത്ത പറഞ്ഞു, കുഴപ്പമില്ല നമ്മൾ പടം കിട്ടില്ല ഇറങ്ങിക്കോളാം, അങ്ങനെ എന്തോ കാരണം അതിന്റെ കാര്യങ്ങൾ കാണുന്നതല്ലേ. അപ്പൊ നമുക്കൊരു ഊഹിക്കാവുന്ന പറ്റുന്നേ. ഇതും ഭയങ്കര ഹിറ്റ് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ ഇതേ ടെംപ്ലേറ്റിൽ വരുന്ന ഒരുപാട് പടങ്ങൾ ഇപ്പൊ തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ കഥ നന്നായ ഈ സിനിമ ഹിറ്റാവും. ഇപ്പൊ കാണിച്ചതൊക്കെ ഈ ടെംപ്ലേറ്റ് ഒരുപാട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഹിന്ദി ബോളിവുഡില് കില്ലർ എന്ന് പറഞ്ഞൊരു സിനിമ ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ വെച്ചാൽ പച്ചയ്ക്ക് നമ്മളെ കാണിക്കും. അപ്പൊ കുറച്ച് ബ്ലഡ് ബാത്ത് സിനിമയാണ് അത് ഫുള്ള്. അപ്പം അതുപോലത്തെ ഒരു ഐറ്റമാണ് ഇതെന്ന് തോന്നുന്നു. പക്ഷെ അത്രത്തോളം കാണിക്കുമെന്ന് അറിയില്ല. മാസ് ഇപ്പൊ ധനുഷിനെ പോലെ ഒരു ആക്ടർ ആവുമ്പോ അത്രത്തോളം കാണിക്കാൻ സാധ്യത സിനിമയാണ്. അപ്പൊ അതനുസരിച്ച് ധനുഷ് മാക്സിമം നല്ലപോലെ ചെയ്യത്തുള്ളൂ. ധനുഷിന്റെ ഡയറക്ഷൻ, ധനുഷിന്റെ റൈറ്റിംഗ് ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം.
കുറെ റൂമർ ഉണ്ടായിരുന്നു. ധനുഷ് റൈറ്റ് ചെയ്യുന്നെങ്കിലും സെൽവരാഘവൻ എഴുതിയ ഒരു കഥ ധനുഷ് എടുത്ത് ചെയ്യുന്നതായിട്ടൊന്നും റൂമർ ഉണ്ടായിരുന്നു. എല്ലാത്തിനും വരും. പിന്നെ സ്വാഭാവികം. പുള്ളിയുടെ നല്ല സ്റ്റോറിയാണ് പല സിനിമകൾ. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടറിയാം. 26-ാം തീയതി തിയേറ്ററിൽ പോയി കാണാം. 6-നാണ് ഇത് പേരല്ലേ 6-7 അപ്പൊ എന്തായാലും 26-ാം തീയതി നമുക്ക് തിയേറ്ററിൽ കാണാം. ഇന്ത്യൻ ടൂ പോലെ ആവായിരുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക് നമ്മൾ നമുക്ക് അവസാനം തന്നെ അറിയാമല്ലോ മറ്റേ ടച്ച്. ഇന്ത്യൻ ടൂർ നൈസായിട്ട് റഹ്മാൻ ചാടിച്ചിട്ട് പുള്ളി നല്ലൊരു സിനിമയിൽ കൈവെടുത്തെന്ന് വിചാരിക്കാം. എനിവേ നമുക്ക് തിയേറ്ററിൽ കാണാം. അപ്പൊ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. ഓക്കെ, ബൈ.